ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ട്യൂട്ടോറിയൽ സീരീസിലോട്ട് സ്വാഗതം. ഈ ട്യൂട്ടോറിയൽ സീരീസിൽ ഗിറ്റ് എന്താണ്, ഗിറ്റിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഗിറ്റിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കമാൻഡുകൾ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ബേസിക്കലി നമ്മൾ ഗിറ്റുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കമാൻഡ് സെറ്റുകളുണ്ട്. മിക്കവാറും 90% ഓപ്പറേഷൻ നമ്മളതാണ് ഉപയോഗിക്കുന്നത്. അതാണ് ബേസിക്കലി ഈ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ ഗിറ്റ് കമാൻഡുകളുടെ കൺസെപ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഓരോ കമാൻഡിൻ്റെയും ഡീറ്റെയിൽ ഉപയോഗം വരുന്ന വീഡിയോസിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർഷൻ കൺട്രോൾ ടൂളാണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു വെർഷൻ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു റിയാക്ട് നേറ്റീവിലെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഫോൾഡറാണ്. ഇത് അത്യാവശ്യം വർക്ക് ചെയ്യുന്നൊരു ഫോൾഡറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡെവലപ്പർ എന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് കോഡ് മോഡിഫൈ ചെയ്തിട്ട് കുറേ ഫീച്ചറുകൾ ആഡ് ചെയ്യും. ഓക്കെ, സപ്പോസ് നമ്മൾ ഫീച്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കംപ്ലീറ്റ് കോഡും വർക്ക് ചെയ്യാതെയായി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണ്. കുറേ ഫയൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് മര്യാദയ്ക്ക് വർക്കാവുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കുറേ സമയം എടുക്കും ചിലപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഡെവലപ്പർ എപ്പോഴും ഫേസ് ചെയ്യും. അപ്പോൾ ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കോഡ് വർക്കിംഗ് ആവുന്ന മുറയ്ക്ക് ഓരോരോ ബാക്കപ്പ് എടുത്ത് വയ്ക്കും. ഇന്നലെ വൈകിട്ട് ഞാനൊരു ബാക്കപ്പ് എടുത്ത് വയ്ക്കും. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ടൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ വർക്കിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കപ്പ് എടുത്തിട്ട് വീണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സൗകര്യമുണ്ട്, കുറച്ചും കൂടി സമാധാനമുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് വേർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൂൾ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ഡെവലപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ വർക്കിംഗ് ആയിക്കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ പ്രൊജക്റ്റ് മൊത്തം കോപ്പി ചെയ്യും, എന്നിട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 1-നകത്തുള്ള ഫോൾഡറിനകത്തൊരു വർക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഇനി കുറച്ച് കൂടി കഴിഞ്ഞിട്ട് അടുത്ത ഫീച്ചർ വർക്കിംഗ് ആയാൽ നമ്മൾ അടുത്ത ഫോൾഡർ ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെ പല ഫോൾഡറുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിനെയാണ് ശരിക്കും ഇത് ഫസ്റ്റ് വെർഷൻ, സെക്കൻഡ് വെർഷൻ, തേർഡ് വെർഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പല പേരിലും പല ഫോൾഡേഴ്സുകളും ഉണ്ടാക്കി ഇങ്ങനെ ഇടും. അതിനാണ് വെർഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓരോ വെർഷൻ ഏതൊക്കെ ഫീച്ചറിനെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു കമൻറ്റും കൂടി ഇടും. മെനു വർക്കിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ ഇംപ്ലിമെൻറ്റഡ്, ഇൻറ്റഗ്രേറ്റഡ് API, ഇങ്ങനെ പറഞ്ഞ ഓരോരോ മൈൽ സ്റ്റോൺ ആകുമ്പോൾ നമ്മൾ അതിന് ഓരോരോ ബാക്കപ്പ് എടുത്ത് വയ്ക്കും. ഇതിനെയാണ് വെർഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് വെർഷൻ എടുത്തിട്ട് നമുക്ക് പണി ചെയ്യാം. ഓക്കെ, ഇതൊരു ടൂളൊന്നും ഇല്ലെങ്കിലും ഏതൊരു ഡെവലപ്പറും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോൾഡർ സ്ട്രക്ചർ വെച്ചിട്ട് അവൻ്റെ ബാക്കപ്പുകൾ എടുത്ത് വയ്ക്കും. ഗിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വെർഷനിങ് എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഗിറ്റ്. ഗിറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ഫയൽ കോപ്പി പേസ്റ്റിങ്ങും ഇടുന്ന ഫീച്ചറുകളായതുകൊണ്ട് ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് ലാംഗ്വേജിനും നമുക്ക് ഗിറ്റ് ഉപയോഗിക്കാം. ഗിറ്റ് മാത്രമല്ല, ഗിറ്റ് കൂടാതെ തന്നെ ഒരുപാട് വെർഷൻ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ഗിറ്റാണ്. മിക്കവാറും 90% ഇത് ആപ്ലിക്കേഷൻ തന്നെ ഗിറ്റ് ഉപയോഗിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പോപ്പുലറാണ്. ഇല്ലാത്തവർ പതിയെ ഗിറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിറ്റ് പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് നീഡായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഗിറ്റ് ഇൻഡെപ്തായിട്ട് അറിയേണ്ട, ഗിറ്റ് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ഗിറ്റിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫീച്ചറുകളുടെ ലിസ്റ്റാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഗ്രീൻ കളറുള്ളത് ഗിറ്റ് കമാൻഡുകളാണ്, ബാക്കിയുള്ളത് അറിഞ്ഞിരിക്കേണ്ട കീവേഡുകളാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോൾഡർ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആ സിമ്പിൾ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഈ കീവേഡുകളുടെ യഥാർത്ഥത്തിൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ പറയുന്ന ഫോൾഡർ സ്ട്രക്ചറുകളൊന്നും ജിറ്റിൻ്റെ ഇൻറ്റേർണലുമായിട്ട് യാതൊരു മാച്ചിങ്ങും ഇല്ല. ഇത് നമ്മൾ അറിയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഫോൾഡേഴ്സുകളാണ്. ജിറ്റിന് ആവശ്യമുള്ള ഫോൾഡേഴ്സൊക്കെ അവൻ തന്നെ ഉണ്ടായിക്കോളും. അത് നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ കമാൻഡുകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, കമാൻഡിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഫോൾഡേഴ്സ് കുറച്ച് ഉണ്ടാക്കി കോപ്പി പേസ്റ്റൊക്കെ ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഫസ്റ്റ് കമാൻഡാണ് ഇനിറ്റ്. ഇനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗിറ്റ് ബാക്കപ്പിന് വേണ്ടി ബേസിക് ആയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി തരും. നമ്മളിപ്പോൾ ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയ പോലെ തന്നെ ഗിറ്റ് .git എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കും ബാക്കപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഇനിറ്റ് കമാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഫോൾഡർ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മാറ്റാം. കാരണം നമുക്ക് ബാക്കിയുള്ള കമാൻഡുകൾ പഠിക്കാൻ ഈ പുതിയ ഫോൾഡർ സ്ട്രക്ചർ ഉപകാരപ്പെടും. ഓക്കെ, അതുകൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഗിറ്റിൻ്റെ ഇൻറ്റേർണൽ ഫോൾഡർ സ്ട്രക്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആദ്യം ഈ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് മെയിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിനകത്താണ് ഈ ബാക്കപ്പ് എല്ലാം നമ്മൾ കൊണ്ടിടുന്നത്. ഓക്കെ, ഇതുപോലൊരു ബാക്കപ്പ് ഫോൾഡർ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ് ഇനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ അടുത്തതാണ് ഇഗ്നോർ. ഇഗ്നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമാൻഡ് അല്ല, മറിച്ച് ഒരു കോൺഫിഗറേഷനാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഈ ഡയറക്ടറി നോക്കിക്കഴിഞ്ഞാൽ ഈ നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ലൈബ്രറി ഫയൽസ് ആണ്. ഇത് നമുക്ക് നെറ്റിൽ എപ്പോൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ലൈബ്രറി ഫയൽസ് ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഗിറ്റിന് പറഞ്ഞു കൊടുക്കുകയാണ് ചില ഫോൾഡറുകളോ ചില ഫയലുകളോ നമുക്ക് ബാക്കപ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് ഇഗ്നോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമുക്ക് ഗിറ്റ് നോക്കുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, കമ്മിറ്റ് എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓരോ സമയത്തുള്ള ഫയൽസ് നമ്മൾ ഓരോരോ ബാക്കപ്പ് ആയിട്ട് വെക്കുന്നത്. സോ അതിനെയാണ് ബേസിക്കലി കമ്മിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 കമ്മിറ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫോൾഡറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഫയൽ കോപ്പി ചെയ്യുന്നതിൻ്റെ പകരം ഗിറ്റിന് ഒരൊറ്റ കമാൻഡ് കൊടുത്താൽ മതി, അവൻ ഒരു കമ്മിറ്റ് ഉണ്ടായിക്കോളും. കമ്മിറ്റിന് ഇതേപോലെ 2 ഭാഗമുണ്ട് ഗിറ്റിനാണെങ്കിലും. ഒന്ന് കമ്മിറ്റ് ഐ ഡിയും മറ്റേത് കമ്മിറ്റ് മെസ്സേജും. ഇതിൽ കമ്മിറ്റ് മെസ്സേജ് നമ്മൾ കൊടുക്കണം, കമ്മിറ്റ് ഐ ഡി ഗിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ ഗിറ്റിൻ്റെ ഇതേപോലെ ഫോൾഡർ സ്ട്രക്ചർ ഒന്നും ഇതല്ലാത്തതുകൊണ്ട് നമുക്ക് കയറി നോക്കാൻ പറ്റാത്തതുകൊണ്ടും നമുക്ക് ഇതുവരെയുള്ള കമ്മിറ്റുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടൊരു കമാൻഡ് ഉണ്ട്, അതാണ് ലോഗ്. ഇപ്പോൾ ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെയുള്ള ഏതൊക്കെ കമ്മിറ്റ്, നമ്മൾ കൊടുത്ത കമ്മിറ്റ് മെസ്സേജ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കി ഇവിടെ 3 കമ്മിറ്റ് നമ്മൾ ചെയ്തു. ഓക്കെ, സോ ഇതിനകത്ത് ഓരോ ഫോൾഡറിനകത്തും നമ്മുടെ പ്രൊജക്റ്റിലെ ആവശ്യമുള്ള എല്ലാ ഫയൽസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഓരോ കമ്മിറ്റിനും ഓരോ സ്നാപ്ഷോട്ട് എന്ന് വിളിക്കാം. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊജക്റ്റ് ഇൻഫർമേഷൻ. ആ സമയത്ത് പ്രൊജക്റ്റ് റൺ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇരിക്കും നമ്മൾ ഓരോ സമയത്ത് ഫോൾഡർ എടുത്ത് റൺ ചെയ്താൽ. ഗിറ്റിലും ഓരോ കമ്മിറ്റും ഓരോ സ്നാപ്ഷോട്ടാണ്. പക്ഷേ ഗിറ്റ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ് കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്തത് എങ്ങനെയാണ്, കംപ്ലീറ്റ് പ്രൊജക്റ്റും ഫോൾഡറിലോട്ട് കോപ്പിയാണ് ചെയ്ത് ഓരോ സമയം. അതൊരു ഇൻഎഫിഷ്യൻ്റ് ആണ്. വലിയ ലാർജ് ഇഷ്ടംപോലെ ഫയലുകളുള്ള ഇഷ്ടംപോലെ സൈസുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഗിറ്റ് അങ്ങനെയല്ല. ഗിറ്റ് നമുക്ക് ആവശ്യമുള്ള ഫയൽ മാത്രം എടുത്തിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവശ്യമുള്ള ഫയൽ മാത്രം പിക്ക് ചെയ്യുന്നതിനാണ് ആഡ് ചെയ്യുക എന്ന് പറയുക. പുതിയ ഫയൽ ആഡ് ചെയ്താലും എന്തെങ്കിലും ചേഞ്ച് ചെയ്ത ഫയൽ ആഡ് ചെയ്യണമെങ്കിലും നമ്മൾ ആഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഗിറ്റിൽ ഫയലിനെ നമ്മൾ ഏത് ഫയലാണോ നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടത് അതിനെ പിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ പിക്ക് ചെയ്ത ഫയലുകളാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനൊരു കമ്മിറ്റ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ കമ്മിറ്റിനകത്ത് 4 ഫയലോ ഉള്ളെങ്കിൽ കൂടിയും 4 ഫയലോ നമ്മൾ ഈ കമ്മിറ്റിനകത്ത് ഉള്ളെങ്കിൽ കൂടിയും ഈ ഒരു കമ്മിറ്റിനകത്ത് ഇതിന് മുന്നത്തെ കമ്മിറ്റിൻ്റെ ഇൻഫോർമേഷൻ ഉണ്ട്. ഇതിന് മുന്നേ ഏത് കമ്മിറ്റാണ് വന്ന് ആ കമ്മിറ്റിനകത്ത് അതിൻ്റെ മുന്നത്തെ ഇൻഫോർമേഷൻ അങ്ങനെയാണ് ഗിറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്മിറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഇതിലേതൊരു കമ്മിറ്റ് എടുത്താൽ തന്നെയും നമുക്ക് ആ സമയത്ത് ആ പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷനും ഗിറ്റിന് എടുത്തു തരാൻ പറ്റും. അതിനുപയോഗിക്കുന്ന കമാൻഡാണ് ചെക്ക് ഔട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 8-10 കമ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ കമ്മിറ്റിനകത്ത് ഒരു ഫയലാണ് കമ്മിറ്റ് ഉള്ളെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്നാപ്ഷോട്ടിൽ പോകണമെങ്കിൽ നമുക്കൊരു ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കാം. അപ്പോൾ ഗിറ്റ് എന്ത് ചെയ്യും, ആ ഫയലും അതിൻ്റെ മുന്നത്തെ കമ്മിറ്റ്സുകളെല്ലാം എടുത്ത് നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ സ്നാപ്ഷോട്ട് ഉണ്ടാക്കി തരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കമ്മിറ്റിലും ഒരു സ്പെസിഫിക് ഫയൽസാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുമെങ്കിൽ പോലും ഓരോ കമ്മിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഓരോ കമ്മിറ്റും ഓരോ സ്നാപ്ഷോട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണല്ലോ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി. സോ ഈ വർക്കിംഗ് ഡയറക്ടറി സംബന്ധിച്ച് ചെക്കൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബാക്കപ്പിനകത്ത് ചെന്നിട്ട് ഈ 2 എന്ന് പറഞ്ഞ കമ്മിറ്റ് ആയിട്ട് ചെക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 എന്ന കമ്മിറ്റിലെ സ്നാപ്ഷോട്ട് എല്ലാം എടുത്തിട്ട് ഈ വർക്കിംഗ് ഡയറക്ടറിയിലെ ഫയൽ മുഴുവനും ഈ നമ്മൾ ഇഗ്നോർ ചെയ്ത ഫയൽ ഒഴികെ ബാക്കി എല്ലാ ഫയലും ഡിലീറ്റ് ചെയ്തിട്ട് ആ സ്നാപ്ഷോട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതിനെയാണ് ചെക്കൗട്ട് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് കമ്മിറ്റിനെയാണ്, ഏറ്റവും ലാസ്റ്റ് ചെയ്ത കമ്മിറ്റിനെയാണ് ഹെഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഹെഡിലായിരിക്കും. അതായത് പുതിയ കമ്മിറ്റുകൾ പോകുന്നത് എപ്പോഴും ഇതിൻ്റെ ഹെഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരു കമ്മിറ്റ് വന്നാൽ അതാവും പുതിയ ഹെഡ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു സ്നാപ്ഷോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളുടെ ഫോൾഡറിനകത്ത് ഈ ഒരു സ്നാപ്ഷോട്ട് ആയിരിക്കും പ്രൊജക്റ്റ് കിടക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് ചെക്കൗട്ട് ചെയ്താൽ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഫയൽസൊക്കെ കാണാമെന്നല്ലാണ്ട് നമ്മൾ ഇവിടെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഹെഡിലോട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ പ്രൊജക്റ്റ് കിടക്കുന്നത് എന്താണ്, ഈ ഒരു കമ്മിറ്റ് ഐഡിയിലോട്ടാണ്. സോ ഈ ഒരു കേസിനെയാണ് ഡിറ്റാച്ച്ഡ് ഹെഡ് എന്ന് വിളിക്കുന്നത്. ഈ ഹെഡിനെ നമുക്ക് മുന്നത്തെ കമ്മിറ്റിലോട്ട് കൊണ്ടുപോയി വയ്ക്കാൻ പറ്റും. സോ അതിനെ പറയുന്ന പേരാണ് റീസെറ്റ്. പക്ഷെ അങ്ങനെ ചെയ്താലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ട് ഹെഡ് വയ്ക്കുന്നോ അതിന് ശേഷമുള്ള കമ്മിറ്റൊക്കെ ഡിലീറ്റ് ആയി പോകും. ഈ പോയ കമ്മിറ്റൊക്കെ തിരിച്ചെടുക്കാൻ ചില മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ റീസെറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ഓപ്പറേഷനാണ്. അത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് ജനറലി ഇതേപോലെ ഇടയിൽ നിന്നുള്ള കമ്മിറ്റുകളിൽ കുറേ ഫീച്ചറുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും.
അതിന് ഗിറ്റ് ഉപയോഗിക്കുന്നത് ബ്രാഞ്ചാണ്. സോ ബ്രാഞ്ചിങ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു പ്രോബ്ലം പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ കമ്മിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലേറ്റസ്റ്റ് കോഡ്, ലേറ്റസ്റ്റ് കമ്മിറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രൊജക്റ്റ് റിലീസാക്കിയെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് അപ്പ് ആൻഡ് റണ്ണിങ് ആയിരിക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇനി ഇതിലെ കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലെ ബഗ് ഫിക്സ് ആയിരിക്കും. അല്ലെ ബഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ബഗ് ഫിക്സ് ആയിട്ട് നമുക്ക് ഇനി ഓരോരോ കമ്മിറ്റ് വരും. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമുക്ക് ഒരു പുതിയ ഫീച്ചർ ഈ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ 1-2 മാസങ്ങളൊക്കെ എടുക്കുമായിരിക്കും. ഓക്കെ, സോ അതുവരെ ഈ പുതിയ ഫീച്ചറിൻ്റെ കമ്മിറ്റ് എവിടെ ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കമ്മിറ്റ് ഇവിടെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മുടെ പുതിയ ഫീച്ചർ ഒരു മാസം കഴിയുമ്പോൾ പകുതി വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ബഗ് ഫിക്സുകളൊക്കെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ പകുതി വർക്ക് ചെയ്യുന്ന കോഡും അതിൻ്റെ ഒപ്പം റിലീസായി പോകും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് പൊട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോജിക്കലി എന്താ ചെയ്യുക? നമ്മൾ വേറൊരു ഫോൾഡർ ഉണ്ടാക്കും. അല്ലേ, നമ്മൾ മെയിനെ പോലെ തന്നെ ഒരു ഫീച്ചറിന് വേറൊരു ഫോൾഡർ ഉണ്ടാക്കും. എന്തെങ്കിലും പേരിൽ മൈ ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഒരു ഫോൾഡർ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഇതിലത്തെ ലേറ്റസ്റ്റ് കമ്മിറ്റ് കോപ്പി ചെയ്യും. എന്നിട്ടിവിടെ പേസ്റ്റ് ചെയ്യും. ഇനി ഫീച്ചർ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഈ ഫോൾഡറിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യും. അതായത് ഈ ഫോൾഡറിൽ കമ്മിറ്റ് ചെയ്യും. ബഗ് ഫിക്സുകൾ നമ്മൾ ഈ ഫോൾഡറിൽ കമ്മിറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും തമ്മിൽ ക്ലാഷ് ആവത്തില്ല. സോ അതേ കൺസെപ്റ്റ് തന്നെയാണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാലും. ഇതിലോരോ ഫോൾഡറിനെ ഓരോ ബ്രാഞ്ച് എന്ന് വിളിക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മിറ്റൊക്കെ ഹെഡിലോട്ടാണ് പോകുന്നത് പറഞ്ഞു. ഗിറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ബ്രാഞ്ചിനും ഓരോ ഹെഡ് ഉണ്ട്. സോ നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ കമ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹെഡിലോട്ടാണ് നമ്മുടെ കമ്മിറ്റ് പോകുന്നത്. ബ്രാഞ്ച് ഉണ്ടാക്കാൻ ഗിറ്റിനകത്ത് ഉപയോഗിക്കുന്ന കമാൻഡ് ഗിറ്റ് ബ്രാഞ്ച് എന്നുള്ളതാണ്. സോ സിമിലർ ടു ഈ ഫോൾഡർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ബ്രാഞ്ച് ഉണ്ടാക്കുന്നത്. ഈ മെയിൻ്റെ കോഡിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്യും. മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഹെഡിലോട്ട് ചെക്കൗട്ട് ചെയ്യും. അതിൻ്റെ ഹെഡിൻ്റെ ലേറ്റസ്റ്റ് കോഡ് നമുക്ക് കിട്ടും. ഇനി ഈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്യും. അതായത് ഇതിൻ്റെ ലേറ്റസ്റ്റ് കമ്മിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതിൽ വർക്ക് ചെയ്യാം, അതിൽ കമ്മിറ്റ് ചെയ്യാം. സോ ആ കൺസെപ്റ്റ് തന്നെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാഞ്ച് നമുക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. ബ്രാഞ്ച് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് ഒരു എംപ്റ്റി ഫോൾഡർ ഉണ്ടാക്കുന്ന പോലത്തെ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഗിറ്റിനകത്ത് എത്ര ബ്രാഞ്ച് ഉണ്ടാക്കാനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂളും കൂടിയാണ് ഗിറ്റ്. ഇനി അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫീച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോഡ്. ഇനി ഈ ഫീച്ചർ നമുക്ക് അതിനകത്തോട്ട് കിടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ചേഞ്ചസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ മെയിൻ ബ്രാഞ്ച് കൊണ്ടുപോയിടും. ആ ഒരു ഫീച്ചറിന് പറയുന്ന പേരാണ് മെർജിങ്. ഓക്കെ, സോ മെർജ് ചെയ്യാൻ ഒരു ബ്രാഞ്ചിൽ നിന്നുള്ള ചേഞ്ചസ് ഒക്കെ മറ്റേ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യാൻ ഗിറ്റ് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഗിറ്റ് മെർജ്. മെർജ് മിക്കവാറും ഒരുപാട് കേസുകളിൽ സ്മൂത്ത് ആയിട്ട് നടക്കും. പക്ഷേ ചില കേസുകളിൽ സ്മൂത്ത് ആയിട്ട് നടക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിൽ നമ്മളൊരു ഫയൽ മോഡിഫൈ ചെയ്തു, അതേ ഫയൽ തന്നെ ഈ മറ്റേ ബ്രാഞ്ചിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ കൊണ്ടിടുമ്പോൾ പഴയ ചേഞ്ചസ് പോകാൻ വഴിയുണ്ട്. കാരണം ഈ ഫയൽ മറ്റേതിന് ഓവർ റൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗിറ്റ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മെർജ് ചെയ്യാൻ നോക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ചില ഫയലുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഇടയിൽ നിന്ന് ചേഞ്ചസ് ഒക്കെ കൊടുത്ത് ഇൻ്റലിജൻ്റ്ലി അവൻ മെർജ് ചെയ്യും. ചില സമയത്ത് അവന് മെർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസുകളിലാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ഫയൽസ് മെർജ് ചെയ്യുന്ന സമയത്ത് ഗിറ്റ് നമുക്ക് കാണിച്ചു തരും ഈ ഫയൽസൊക്കെ കോൺഫ്ലിക്റ്റിംഗ് ആണെന്ന്. അപ്പോൾ നമ്മൾ ആ ഫയൽ തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് 2 ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ നോക്കി മാനുവലി ആവശ്യമുള്ളത് കണ്ട് നമ്മളത് കോൺഫ്ലിക്റ്റ് മെർജ് ചെയ്യണം. കാരണം നമുക്ക് മാത്രമേ അറിയുള്ളൂ ഏത് കോഡ് വേണമെന്ന്. ഗിറ്റ് ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ലെങ്കിൽ അവൻ ഇതേപോലെ കോൺഫ്ലിക്റ്റ് അടിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരും. നമ്മളിത് തുറന്ന് അതിൻ്റെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാം. സോ അതാണ് ഗിറ്റിൻ്റെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ചിലെ എല്ലാ കമ്മിറ്റും എടുത്തിട്ട് മറ്റേ ബ്രാഞ്ചിൽ കൊണ്ടിടുന്നതിനാണ് മെർജിങ് എന്ന് പറയുക. അപ്പോൾ എല്ലാ കമ്മിറ്റ്സും മറ്റേ ബ്രാഞ്ചിലോട്ട് വരും. പക്ഷേ ചില കേസുകളിൽ നമുക്ക് എല്ലാ കമ്മിറ്റ്സും വേണ്ടി വരില്ല. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ ഈ ഒരു കമ്മിറ്റ് ഇപ്പോൾ ആവശ്യമുണ്ട്, ബാക്കിയുള്ളത് ഈ ഫീച്ചർ ഡെവലപ്പ് ചെയ്ത ശേഷം മതി. അങ്ങനത്തെ വല്ല കേസുകൾ നമുക്ക് വരാം. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒന്നിൽ കൂടുതലോ കമ്മിറ്റുകൾ മാത്രം നമുക്ക് മറ്റേ ബ്രാഞ്ചിലോട്ട് പിക്ക് ചെയ്യേണ്ടി വരും. സോ ആ ഒരു ഫീച്ചറിന് പറയുന്ന പേരാണ് ചെറി പിക്കിങ്. സോ അതിന് ഗിറ്റ് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഗിറ്റ് ചെറി പിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് കമ്മിറ്റാണോ എടുക്കേണ്ടത് ആ കമ്മിറ്റിൻ്റെ ID കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കമ്മിറ്റ് മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ബ്രാഞ്ചിൽ കൊണ്ടിട്ട് തരും. ഇനി അടുത്ത ഗിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റ് ഡിഫ് എന്നാണ്. ഡിഫ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. അത് 2 കമ്മിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിൽ ഏതൊക്കെ ഫയൽസ് ചേഞ്ച് ചെയ്തു, ആ ഫയൽസിൽ ഏതൊക്കെ ലൈൻ ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഗിറ്റിൻ്റെ ഡിഫ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കാം. അത് 2 കമ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്മിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരും. ഈ 2 ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് 2 ഹെഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരും. അതൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. സോ ഇനി അടുത്തത് കൊളാബറേഷൻ.
കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നമ്മളിപ്പോൾ എത്ര നേരം ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 5-6 പേരും കൂടി വിളിക്കുകയാണ് നമ്മുടെ പ്രൊജക്റ്റിനോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ടീമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹോബിക്കായിട്ട് ഒരു 5-6 പേര് ചേർന്ന് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മളെങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് ചേർന്ന് ഈ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിറ്റോ ഒരു ടൂളും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മൊത്തം ഫോൾഡർ എടുത്തിട്ട് ആരാണോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഗിറ്റും അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അതിന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെർവർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആരാണോ കൊളാബറേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനാണ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സെർവർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ സെർവർ ആകുമ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ആ ലിങ്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തതിന് ഗിറ്റിനൊരു കമാൻഡ് ഉണ്ട്, ഗിറ്റ് ക്ലോൺ. അത് അടിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള എല്ലാവരും ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡയറക്ടറി മൊത്തം അവരുടെ സിസ്റ്റത്തിലോട്ട്, അവർ ഏത് ഡയറക്ടറിലോട്ടാണ് പറയുന്നത് വെച്ചാൽ അവിടേക്ക് കംപ്ലീറ്റ് കോപ്പി ആവും. കംപ്ലീറ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്കപ്പ് ഈ കമ്മിറ്റിൻ്റെ ഹിസ്റ്ററിയുള്ള ഡയറക്ടറി ഉൾപ്പെടെ എല്ലാം കോപ്പി ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാഞ്ചസും എല്ലാം എല്ലാവർക്കും കിട്ടും. ഓക്കെ, ആ ഓപ്പറേഷൻ്റെ പേരാണ് ക്ലോൺ. സോ അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മെയിൻ ബ്രാഞ്ച് ഉണ്ടാവും, ഫീച്ചർ ബ്രാഞ്ച് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മെയിൻ ബ്രാഞ്ചിലോട്ട്, അപ്പോൾ എൻ്റെ മെയിൻ ബ്രാഞ്ചിലോട്ട് ബാക്കിയുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് അവരെന്ത് കമ്മിറ്റാജ് ചെയ്യുക, എന്നിട്ട് അത് ഇങ്ങോട്ട് പുഷ് ചെയ്യുക. അതായത് സെർവറിലോട്ട് നമ്മുടെ ചേഞ്ചസ് കൊടുക്കുന്നതിനാണ് പുഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ പുഷ് ചെയ്യുമ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ കമ്മിറ്റുകളൊക്കെ അപ്ഡേറ്റ് ആവും പുഷ് ചെയ്ത കോഡ് വെച്ചിട്ട്. ഇനി ഈ കമ്മിറ്റ് ഇപ്പോൾ ബാക്കിയുള്ള ആരുടെ അടുത്തും ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ അടുത്തും ഈ തന്ന ആളുടെ അടുത്തും മാത്രമേ ഈ ലേറ്റസ്റ്റ് കമ്മിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവർക്കും വേണമെങ്കിൽ അത് പുള്ള് ചെയ്തെടുക്കാം. അത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്മിറ്റ് ബാക്കിയുള്ള എല്ലാവർക്കും ചെയ്യും. അങ്ങനെ ക്ലോണും പുഷും പുള്ളും വെച്ചിട്ടാണ് ഈ പറയുന്ന കൊളാബറേഷൻസ് എല്ലാം നടക്കുന്നത്. ഓക്കെ, സോ തിയററ്റിക്കലി ഒരു ടീമിൽ ആർക്ക് വേണമെങ്കിൽ സെർവർ ആവാം. അങ്ങനെ ഇന്നാൾ എന്നുള്ള കാര്യമില്ല. ആർക്ക് ഷെയർ ചെയ്യണോ അവർ സെർവർ ആവുക, അവിടോട്ട് പുഷ് ചെയ്യുന്നതാണ് തിയററ്റിക്കലി. അതുകൊണ്ട് തന്നെ ഗിറ്റിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുക, ഒരു സെൻട്രൽ സിസ്റ്റം ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യാൻ ഗിറ്റ് കേപ്പബിൾ ആണ്. ഓക്കെ, സോ എന്നിരുന്നാലും ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണത് ഒരു സൗകര്യക്കുറവാണ്. ചിലപ്പോൾ ചില ആളുടെ അടുത്തായിരിക്കും ലേറ്റസ്റ്റ് ഫയൽ, അയാൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ അത് കിട്ടാതെ പോകും. അങ്ങനെ മാനേജ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ പോലും ഒരു സെൻട്രൽ സെർവർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. സോ അതിൽ നിന്നും പുഷിയും പുള്ളിയുമാണ് ചെയ്യുക. ഇപ്പോൾ എന്നിൽ നിന്നും പുഷിയും പുള്ളിയുന്നതിന് പകരം ഒരു സെൻട്രൽ സെർവർ വെക്കും, എന്നിട്ട് എല്ലാവരും അതിലോട്ട് പുഷും പുള്ളുമാണ് ചെയ്യുക. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഗിറ്റിന് പൊതുവേ കണ്ടുവരുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടും ചെയ്യാം, പക്ഷേ ഇങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഗിറ്റിൽ പൊതുവേ ഒരു പ്രൊജക്റ്റ് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അത് വേണമെങ്കിൽ നമ്മുടെ ഓഫീസിൽ തന്നെ ഏതെങ്കിലും ഒരു ലിനക്സ് മെഷീൻ ആവാം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ക്ലൗഡ് സർവീസുകളുണ്ട്. അതിലേറ്റവും പോപ്പുലറായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗിറ്റ് ഹബാണ്. കൂടാതെ ബിറ്റ് ബക്കറ്റ്, പിന്നെ ഗെറിറ്റ്, അങ്ങനെ ഒരുപാട് ക്ലൗഡ് ടൂളുകളുണ്ട്. ഗിറ്റ് ഹബിലും ബിറ്റ് ബക്കറ്റിലാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റെപ്പോസിറ്ററി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവർ കൂടാതെ കുറേ ഫീച്ചറുകളും എക്സ്ട്രാ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ സാധാരണ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചെറിയ പ്രൊജക്റ്റുകൾക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പുൾ റിക്വസ്റ്റിൻ്റെ കൺസെപ്റ്റാണ്. സോ ഇതാണ് നമ്മുടെ റിലീസ് ബ്രാഞ്ച് എന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ കസ്റ്റമറിന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ആ പുൾ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഈ പറയുന്ന ബ്രാഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഈ ബ്രാഞ്ചിലോട്ട് എല്ലാവരും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ചിലപ്പോൾ ബഗ്ഗുള്ള കോഡ് പുഷ് ചെയ്യും. അപ്പോൾ അതൊരു കൺട്രോൾ ഉണ്ടാവത്തില്ല. സോ അങ്ങനത്തെ കേസുകൾക്ക് നമ്മൾ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ റിലീസിൻ്റെ ബ്രാഞ്ച് എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്തിടും. അതിലോട്ട് ആർക്കും പുഷ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു യൂസർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫീച്ചർ ചെയ്യണമെങ്കിൽ ഈ റിലീസ് ബ്രാഞ്ചിൽ നിന്ന് നമ്മളൊരു ബ്രാഞ്ച് ഉണ്ടാക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ പുഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെർവറിനോട് പറയുകയാണ് ഇതിൽ നിന്നും മെയിൻ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യാൻ നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുക ചെയ്യുക. അതിനെയാണ് പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ, ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ചില പ്രൊജക്റ്റിലെ ലീഡേഴ്സ് ഉണ്ടാവും, അവർക്ക് റിക്വസ്റ്റ് വരും. അവർ കോഡ് നോക്കും. കോഡ് ശരിയാണെന്നുണ്ടെങ്കിൽ അവർ റിവ്യൂ ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മെയിൻ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യാം. സോ അങ്ങനെയാണ് ജനറലി ഒരു കൊളാബറേഷൻ എൻവയോൺമെൻറ്റ് നടക്കുന്നത്. സോ അതാണ് ഒരു പുൾ റിക്വസ്റ്റിൻ്റെ കൺസെപ്റ്റ്. സോ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കമാൻഡിനെ കുറിച്ചും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു തംസപ്പ് തരിക. ഈ ചാനലിൽ ജാവ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ ആൻഡ് ടെക്നോളജി വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.